ചാനലിനെ ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും ചന്തം വരാൻ ഒരു കാരണം ഈ ബ്രഷ് പെൻസ് ആണ് കേട്ടാ. ഇത് ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്ത് വാങ്ങിയതൊന്നുമല്ല, പെട്ടെന്നുള്ളൊരു പർച്ചേസ് ആയിരുന്നു. പക്ഷെ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളിയാണ് കേട്ടാ. 48 കളേഴ്സ് ഉണ്ട്, ഡബിൾ സൈഡഡ് ആണ്, നല്ല ഫ്ലെക്സിബിൾ ബ്രഷ് ടിപ്പാണ്, നല്ല ഉഗ്രൻ പിഗ്മെന്റ് ആണ് ആൻഡ് ഓൾസോ വാട്ടർ ബേസ്ഡ് ആണ്. അപ്പൊ നിങ്ങൾ ബ്രഷ് പെൻസ് വാങ്ങാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് കേട്ടാ. ഇന്നതാ ഞാൻ ഇത്രയും കളേഴ്സ് ആണ് ചൂസ് ചെയ്യണേ, ബിക്കോസ് ഈ മന്തിന്റെ എന്റെ തീം പർപ്പിൾ ആണ് കേട്ടാ. ഇത് കൂടാതെ ഈ 2 വൈറ്റ് പെൻസും പിന്നെ ഈ 3 പോയിന്റ് മൈക്രോൺ പെൻസും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടാ. അപ്പൊ നമുക്ക് ഇന്നത്തെ അംഗം തുടങ്ങാം. വായോ. സ്കൂൾ തുറക്കണേക്കാട്ടി മുന്നേ ഇങ്ങനെ ഒരു ജേർണൽ സ്പ്രെഡ് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആയിട്ടും ക്ലട്ടർ ഫ്രീ ആയിട്ടും ഒക്കെ പ്ലാൻ ചെയ്ത് പോവാം. അപ്പോൾ കുട്ടികളൊക്കെ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ബൈ ദി എൻഡ് ഓഫ് ദിസ് മന്ത് ഹൗ മച്ച് കൺസിസ്റ്റന്റ് യു ആയിരുന്നെന്ന് സെൽഫ് അനലൈസ് ചെയ്ത് നോക്കിക്കോളൂ കേട്ടാ. എപ്പോഴത്തെയും പോലെ തന്നെ ഫസ്റ്റ് പേജ് ലാസ്റ്റ് ചെയ്യാട്ടാ. ആദ്യം നമുക്ക് കലണ്ടർ പേജിൽ തുടങ്ങാം. അപ്പൊ ഞാൻ ലാവൻഡർ പൂക്കളാണ് വരയ്ക്കാൻ പോണത്. വെറും സിമ്പിൾ ആണ് കേട്ടാ. ഇതിൽ കാണുന്ന പോലെ നിറയെ കുത്തുകുത്തിട്ടെടുത്താൽ മതി. പൂക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ലൈറ്റും ഡാർക്കും പർപ്പിൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടാ. ഈ ഗ്രീൻ വെച്ചിട്ട് നമുക്ക് ലീവ്സും സ്റ്റെമ്മും വരയ്ക്കാം. ഇനി ഈ ജാറൊക്കെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കണം. ഇത് കലണ്ടർ പേജ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഈ മന്ത് മുഴുവൻ ചെയ്യാനുള്ള കാര്യങ്ങള്, എന്തെങ്കിലും ഇമ്പോർട്ടന്റ് അപ്പോയിന്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത്, കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ പ്രൊജക്ട് സബ്മിഷൻസോ ക്ലാസ് ടെസ്റ്റോ ഫീൽഡ് ട്രിപ്പോ അങ്ങനെ ഒക്കെ ഇതിൽ ആഡ് ചെയ്യാട്ടാ. പോർഷനിൽ ഞാൻ എൻ്റെ കണ്ടന്റ് ക്രിയേഷനിലും പേഴ്സണൽ ലൈഫിലുള്ള ഗ്രോത്തും ഗോൾസും ഒക്കെ ലേബൽ ചെയ്യാനാണ് യൂസ് ചെയ്യണത്. കുട്ടികൾക്ക് നിങ്ങളുടെ എയിംസും ഇന്റൻഷൻസും ഒക്കെ ലേബൽ ചെയ്യാൻ യൂസ് ചെയ്യാട്ടാ. ഫേവറേറ്റ് ഇമോജിയാണ് ഈ സ്പാർക്കിൾസ്. അപ്പൊ തോന്നുന്നിടത്തൊക്കെ ഞാൻ ഇതും വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ. ഈ യെല്ലോയും പർപ്പിളും നല്ലോണം സിങ്ക് ആയി പോകുന്നുണ്ട് എനിക്ക് തോന്നി. കലണ്ടർ സ്പ്രെഡ് കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത സ്പ്രെഡ് എന്ന് പറയുന്നത് കണ്ടന്റ് പ്ലാനറും മൂഡ് ട്രാക്കറും ആണ് കേട്ടാ. ഇപ്രാവശ്യത്തെ മൂഡ് ട്രാക്കർ കുറച്ച് വെറൈറ്റി ആണ്. ചെയ്ത് ഫിനിഷ് ചെയ്ത് വരുമ്പോ എന്റെ ഇമോഷൻസിന്റെ ഒരു ലാവൻഡർ ഫീൽ തന്നെ കിട്ടും എനിക്ക് കേട്ടാ. കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കണ്ടന്റ് പ്ലാനറിന്റെ സ്പ്രെഡ് സ്കിപ്പ് ചെയ്യാട്ടാ. അതല്ല റെഗുലർ ആയിട്ട് ഇൻസ്റ്റയിലോ യൂട്യൂബിലോ ഒക്കെ പോസ്റ്റ് ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ ഇതും കീപ്പ് ചെയ്യാം. അല്ലാത്തവർക്ക് എക്സാംസോ വേറെ എന്തെങ്കിലും ടോപ്പിക്സോ ഒക്കെ പ്ലാൻ ചെയ്യാൻ യൂസ് ചെയ്യാട്ടാ. ഇതിലും ലാവൻഡർ പൂക്കള് ആദ്യം വരയ്ക്കാട്ടാ. ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ ലാവൻഡർ പൂക്കണത് ജൂലൈ മാസമാണെന്നാണ് എൻ്റെ അപ്പുറത്തെ വീട്ടിലെ അമ്മൂമ്മ പറഞ്ഞത്. പക്ഷെ എനിക്ക് ഈ മന്ത് സ്പെഷ്യൽ ആയതുകൊണ്ട് ഞാൻ തന്നെ ചൂസ് ചെയ്തുട്ടാ. ലേബൽ ചെയ്യണത് ഹാപ്പിനെസ് ഗ്രാഫാണ് കേട്ടാ. സംഭവം ഒരു ഗ്രാഫ് പോലെ തന്നെയാണ്, പക്ഷെ ഒരു ഫ്ലോറൽ എഡിഷൻ. ഭയങ്കര സന്തോഷം, കുറച്ച് സന്തോഷം, കുറച്ച് വിഷമം, ഭയങ്കര വിഷമം. ഇതിൽ കാണുന്ന പോലെ ഭയങ്കര സന്തോഷമാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നീളത്തിലൊരു ലാവൻഡർ വരയ്ക്കാം. സന്തോഷം കുറയണതിനനുസരിച്ച് ലാവൻഡറിന്റെ നീളവും കുറച്ച് കൊണ്ടുവരാട്ടാ. ഇനിതാ ഈ എൻഡിലെ ഡേറ്റ്സും മാർക്ക് ചെയ്യാം. ഈ സ്പ്രെഡും അങ്ങനെ കഴിഞ്ഞു. ഇനിയുള്ള നെക്സ്റ്റ് സ്പ്രെഡ് ഹാബിറ്റ് ട്രാക്കറും മന്ത് ലോഗും ആണ് കേട്ടാ. ഈ മാസം കഴിഞ്ഞ മന്തിനെക്കാട്ടിലും 3 കാര്യങ്ങൾ അധികം ഉണ്ടിരിക്കെ. അത് മറന്നു പോകാണ്ടിരിക്കാനാണ് ഈ സ്റ്റിക്കി നോട്ട്സിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഈ ലോഗിന്റെ പേജ് സ്കെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശരിക്കും മറന്നുപോയതാണ്. ഫൈനൽ ഫ്ലിപ്പ് ത്രൂവിൽ അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാട്ടാ. ഒരു മിനിയേച്ചർ ഡയറിയാണ് ഈ ലോഗ് എന്ന് പറയുന്ന സാധനം. ആ ദിവസം ഉണ്ടായ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കുഞ്ഞിതാക്കി എഴുതി വെക്കുക. കുറേ നാൾ കഴിഞ്ഞെടുത്ത് നോക്കുമ്പോൾ ഇമ്മക്ക് തന്നെ വണ്ടറാവാട്ടാ. ഞാൻ
ഞാനിപ്പോൾ ഈ വരച്ച ഷേപ്പുകൾ ഈ മാസത്തിൻ്റെ കലണ്ടറിൻ്റെ ഒരു മിനിയേച്ചറാണ് കേട്ടോ. ഓരോ സ്ക്വയേഴ്സും ഓരോ ഡേയ്സിനാണ് റിപ്രസെൻറ്റ് ചെയ്യണത്. നമ്മൾ ആ ഹാബിറ്റ് ആ ദിവസം കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്കെച്ച് പെൻ വെച്ചിട്ട് ഓരോ സ്ക്വയേഴ്സും ഫില്ല് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ ഹാബിറ്റ്സ് ആണോ ട്രാക്ക് ചെയ്യാനുള്ളത് അത് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഇവിടെ ഞാൻ എനിക്ക് കൺസിസ്റ്റൻ്റ് ആവേണ്ട കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യണത്. അപ്പോൾ ദാ ഹാബിറ്റ് ട്രാക്കറും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളുടെ വീക്ക്ലി ഡീറ്റെയിൽഡ് പ്ലാനറാണ് കേട്ടോ. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണ്ട, എന്തൊക്കെ ചെയ്തു, അങ്ങനെ തുടങ്ങി എല്ലാം വിസ്തരിച്ച് ഇതിൽ എഴുതി വയ്ക്കുക. ഇതാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ലൈഫ് സേവർ. ഇങ്ങനൊരു സാധനം ഉള്ളത് കൊണ്ടിട്ട് മടി പിടിച്ചിരിക്കാൻ തോന്നില്ല കേട്ടോ. ചെയ്യാനുള്ളത് ഉറപ്പായിട്ടും ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരും. എനിക്കത് നല്ലോണം ഹെൽപ്ഫുള്ളാണ്. നിങ്ങളിത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും അത് അങ്ങനെ ആവും കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ ഫസ്റ്റ് വീക്ക് മാത്രം സ്കെച്ച് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഓരോ വീക്കും തീരാറാവുമ്പോൾ അടുത്തത് വരയ്ക്കാൻ വെച്ചു. ഇതും ഈ മാസത്തെ കലണ്ടറിൻ്റെ ഒരു മിനിയേച്ചറാണ് കേട്ടോ. ഇതിൽ ഞാൻ ഈ വീക്ക് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ടാസ്കിനെ പറ്റിയിട്ടും നോട്ട്സിനെ പറ്റിയിട്ടും പ്രത്യേകിച്ച് ഞാൻ പറയണ്ടല്ലോ. ചെയ്യാനുള്ള ടാസ്കുകളും ഓർക്കാനുള്ള നോട്ട്സുകളും ഇവിടെ എഴുതി വയ്ക്കാട്ടാ. അങ്ങനെ വീക്ക്ലി പ്ലാനറിന്റെ സ്പ്രെഡും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളുടെ മെയിൻ ഐറ്റം ഫ്രണ്ട് പേജാണ് കേട്ടാ. ഞാൻ ഇതുവരെ ചെയ്തതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്പ്രെഡാണിത്. എനിക്ക് സ്വയം ഭയങ്കര ഇഷ്ടമായി. പിന്നൊരു കാര്യം, എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ ഇവിടെ വരെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 സെക്കൻഡ് വേണ്ടി മാറ്റി വെച്ചിട്ട് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ജേർണലിംഗ് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് അയച്ചു കൊടുക്കാനും മറക്കല്ലേ കേട്ടാ. തുടർന്നും വീഡിയോസ് ചെയ്യാൻ അതിനെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യും. പേജിൽ തോന്നെ ലാവൻഡേഴ്സ് ഉണ്ട് കേട്ടാ. ആദ്യം ഓവറാവുന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇത് മുഴുവൻ ചെയ്തു വന്നപ്പോൾ നല്ല ഇഷ്ടമായിട്ടാ. എനിക്ക് ഭയങ്കര ലോ എഫേർട്ട് പൂക്കളാണ്, പക്ഷെ ഫൈനൽ റിസൾട്ട് നല്ല രസമാണ് കേട്ടാ. സത്യം പറഞ്ഞാലേ ഈ തീമിൻ്റെ ഇൻസ്പിറേഷൻ എൻ്റെ നെയ്ബർ അമ്മൂമ്മയാണ് കേട്ടാ. കഴിഞ്ഞ ദിവസം ഗാർഡനിൽ പോയപ്പോൾ ലാവൻഡർ ജൂലൈയിൽ വിരിയുമ്പോൾ ഭാഗ്യക്ക് കുറച്ച് തരാമെന്ന് പറഞ്ഞു കേട്ടാ. അപ്പം തൊട്ടിട്ട് കയറി കൂടിയതാണ് ഈ സാധനം മനസ്സിൽ. ലാസ്റ്റ് സ്റ്റെപ്പ് ദാ ഈ ജാറിൻ്റെ ഹൈലൈറ്റിംഗ് ആണ് കേട്ടാ. ഇനി ഞാൻ മൊത്തത്തിലുള്ളൊരു ഫ്ലിപ്പ് ത്രൂ കാണിച്ചു തരാം. കമൻറ്റിൽ പറയാൻ മറക്കല്ലേ കേട്ടാ. എല്ലാവർക്കും ഒരു ഹാപ്പി ആൻഡ് പീസ്ഫുൾ ജൂൺ വിഷ് ചെയ്യണം. ആൻഡ് വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ്.